The Gospel of John chapter 15 is what we have been focusing on for the last couple of weeks. ഒരുവൻ ക്രിസ്തുവിലായാൽ അതിൻ്റെ പരിണതഫലം എന്ത്? What is the outcome of someone being in Christ? We read that 3 weeks ago where it said if you are in Christ you become a new creation. അതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവം. But what's the purpose of being in Christ? ക്രിസ്തുവിലാകുന്നതിൻ്റെ ഉദ്ദേശം എന്ത്, ലക്ഷ്യം എന്താണെന്നും കൂടെ നമ്മൾ അതിൽ കൂടെ മനസ്സിലാക്കണം. So when Paul says if anyone is in Christ, we looked at the fact that in Christ means we're grafted into the vine. ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത് നമ്മളെ കൂട്ടിച്ചേർക്കുന്ന ഒരനുഭവം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുദ്ദേശത്തോടെയാണ് നമ്മൾ കർത്താവ് നമ്മളെ ഇതിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്? For what purpose has he put us or joined us with him in Christ? In John chapter 15 verses 4 and 5, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Abide in me and I in you, as the branch cannot bear fruit of itself unless it abides in the vine, neither can you unless you abide in me. I am the vine, you are the branches. He who abides in me, I in him, bears much fruit, for without me you can do nothing. From these verses we can see what the purpose of being in Christ is. ഈ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തുവിൽ ആയിരുന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്തെന്ന്. എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ എന്താ ഉദ്ദേശം എന്ന്? What's the purpose? നമുക്ക് കുറച്ച് സംസാരിച്ചാലും കുഴപ്പമില്ല കേട്ടോ. What's the purpose? Bear fruit. അങ്ങനെയാണെങ്കിൽ ഒരുവരും ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയിൽ എന്തോ ഉണ്ടായിരിക്കണം? ഫലമുണ്ടായിരിക്കണം. If you're abiding in Christ, you are in Christ, you become a new creation, and that new creation is required, it's mandated for us to bear fruit. So ക്രിസ്തുവിലാകുന്നതിൻ്റെ ഒരു വലിയ പദവിയാണ് യേശുക്രിസ്തു അവിടെ കാണിച്ചിരിക്കുന്നത്. ചിന്തിക്കണം, നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ ചിന്തിച്ചു, യേശുക്രിസ്തു പറഞ്ഞു ഞാനാണ് സാക്ഷാൽ, I am the true vine. പിന്നെ പറഞ്ഞു നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ പിതാവാണ് അതിൻ്റെ തോട്ടക്കാരൻ. My father is the husbandman. My father is the vine dresser of this vineyard. I am the vine and you are attached to me. അതിനുശേഷം കർത്താവ് പറയുവാണ് ഇതിനൊരു ഉദ്ദേശമുണ്ട്. There's a purpose that I have brought you into this vine and it is for us to bear fruit. പക്ഷെ നമ്മൾ ആ വാചകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വാക്യം പഠിക്കുമ്പോൾ, ഞാനിത് പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. I just want to share, what does it mean when Christ says, what is he teaching us when Christ says we are to abide in him? ക്രിസ്തുവിൽ വസിക്കുക എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില മർമ്മങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾക്ക് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നു. ഒന്ന്, this image is a perfect extension of a perfect union we see in God. ദൈവത്തിൽ നാം കാണുന്ന തികഞ്ഞ ഐക്യത്തിൻ്റെ ഒരു വിപുലീകരണമാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. Right? It's the extension of the perfect harmony or unity or union that we see in God. നമുക്കറിയാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവരെപ്പോഴും ഐക്യമത്യത്തിലാണ്. അവർക്ക് ഒരു നിമിഷം പോലും ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു ചിന്താ വ്യത്യാസമോ ഒന്നുമില്ല. എല്ലാ കാര്യത്തിലും അവർ പൂർണ്ണ ഐക്യത പാലിക്കുന്നവരാണ്, ഉള്ളവരാണ്. അവർക്ക് അതിൽ നിന്നും മാറുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് കൂടെ ഏറ്റു പറയുന്നൊരു വിഷയമുണ്ട്. There's a thing that Christ says often, especially in the Gospel of John. John 17:21, യോഹന്നാൻ 17:21 കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ദൈവം, നമുക്കറിയാലോ പുരോഹിത പ്രാർത്ഥന, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറയുന്നു, കർത്താവേ, പിതാവേ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ തമ്മിൽ ആകേണ്ടത് തന്നെ. You see the perfect union there. യേശു പറയുവാണ്, പിതാവേ ഞാൻ അങ്ങയിലും അങ്ങ് എന്നിലും ആയിരിക്കുന്നത് പോലെ എന്നെ വിശ്വസിക്കുന്നവർ അവർ അന്യോന്യം ഒന്നായിരിക്കണം. അതിൻ്റെ അനുഭവം എന്താണെന്നറിയാമോ? What happens if we become the extension of the perfect union that we see in God? ആ വാക്യത്തിൽ പറയുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐക്യത മതി ഈ സുവിശേഷം ലോകത്തിൽ പടരുവാൻ. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിലും ദൈവം ക്രിസ്തുവിലും വസിക്കുന്നത് കൊണ്ട് നമ്മൾ ഐക്യമത്യയോടെ പ്രവർത്തിക്കുന്നെങ്കിൽ, ജീവിക്കുന്നെങ്കിൽ, അന്യോന്യം പ്രതികരിക്കുന്നെങ്കിൽ ആ ഐക്യത മതി മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയുവാൻ. നീ എന്നെ അയച്ചിരിക്കുന്നു വിശ്വസിപ്പാൻ, that they may be one just as you and I are one. Just as I am in you and you are in me, Father, I pray that they will also be one together. എന്നുവെച്ചാൽ നമ്മളൊരു വാക്യം എടുത്ത് പ്രസംഗിക്കുന്നതിന് മുൻപ് നമ്മുടെ ഐക്യത കണ്ടാൽ ജനത്തിന് മനസ്സിലാകണം ഇവർക്ക് എന്തോ വ്യത്യാസമുണ്ടെന്ന്. ആ ഐക്യത മതി നമുക്കൊരു വാതിൽ തുറക്കപ്പെടുവാൻ, സുവിശേഷം പറയുവാൻ. നമ്മുടെ വാക്കിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നറിയാം, നമ്മുടെ പ്രവൃത്തിയെ നോട്ടീസ് ചെയ്യുന്നല്ലേ. ഇപ്പം ഞാനിവിടെ എത്ര പ്രസംഗിച്ചാലും ആ പ്രസംഗത്തിന് വിപരീതമായ വിഷയമാണ് നിങ്ങൾ എന്നിൽ കാണുന്നതെങ്കിൽ ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് വില കൊടുക്കത്തില്ല. എത്ര സത്യമാണെങ്കിലും വില കൊടുക്കത്തില്ല. പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞില്ല എങ്കിലും എൻ്റെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്കൊരു മതിപ്പുണ്ടായെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കുവാൻ മനസ്സുണ്ടാകും. സോ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെറും പറഞ്ഞു വിടുകയല്ല. ഒരു ഉദാഹരണം പറയാം. When we were in Dallas, we worked with some of the campus ministries. So when we learned that there are many international students who have come to the US and they're studying in the different universities in the Dallas-Fort Worth area, we started to reach out to them and see what help they need. And then one day we learned that 4 or 5 students who lived in the one apartment complex had very little to their house. Some of them ഒരു പാത്രം പോലും ഇല്ല, ചിലർക്ക് കട്ടിലില്ല, ഷീറ്റില്ല, ഒന്നുമില്ലാതെ അപ്പാർട്ട്മെൻറ്റ് ചുമ്മാ തറയിൽ കിടക്കുന്ന കുറച്ച് പിള്ളേരെ ഞങ്ങൾ പരിചയപ്പെട്ടു. So we asked our families across the city of Dallas, anybody have any furniture to throw away? Anybody have any furniture to give away? Anybody have anything to give to these students? So we collected some beds, some desks, some pots, some pans, and we started distributing to all these students. ഞങ്ങളൊരു 4 പേര് ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ 3-4 അപ്പാർട്ട്മെൻറ്റിൽ പോയി അങ്ങ് വിതരണം ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനും വേറെ ആളും കൊണ്ട് ഒരു ടേബിളും കുറച്ച് പാത്രം കൊണ്ട് കൊടുത്ത വീട്ടിൽ അപ്പാർട്ട്മെൻറ്റിൽ, North Indian, I don't know his name, he doesn't know me. He said, "Sir, why are you doing this? നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന്." We said, "Because Jesus loves you." അത്രയും മതി. നമ്മുടെ പ്രവൃത്തി മതി ഒരാൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, പിതാവേ നീ എന്നെ അയച്ചിരിക്കുന്നു വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടുന്ന, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിൽ ആകേണ്ടത് തന്നെ. So when we are in Christ, our actions demonstrate the fact that we believe in this gospel. നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി മുഖാന്തരം ആൾക്കാർ മനസ്സിലാക്കും നമ്മളിത് പറയുക മാത്രമല്ല, ഇത് വിശ്വാസവും ഇത് പ്രവൃത്തിയിലുമുള്ളൊരു യാഥാർത്ഥ്യമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. In John chapter 14 verse 19 and 20, Jesus Christ said, യോഹന്നാന്റെ സുവിശേഷം 14:19-20 യേശു പറഞ്ഞു, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അറിയും. ഇവിടെ ക്രിസ്തുവിലാകുവാന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് കാണിക്കുന്ന ആ ചിത്രമെന്ന് വെച്ചാൽ ക്രിസ്തുവും ദൈവവും അല്ലെങ്കിൽ ക്രിസ്തുവും പിതാവും എങ്ങനെ ഒരുമനപ്പെട്ടിരിക്കുന്നോ, അന്യോന്യം വസിക്കുന്നോ, അതുപോലെയാണ് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുവാൻ. That's why I said this is a perfect extension of the perfect union we see in God. Abide in me is that perfect extension. The second thing I want to tell you as I was studying this passage, this is a mutual relationship. ഇതൊരു പരസ്പര ബന്ധമാണ് കേട്ടോ. പ്രണയങ്ങളിൽ maybe some of you have had love relationships or something to that effect. I know we don't talk about it much in our community or church, but I've heard people say, "Pastor, I like her a lot, she doesn't like me. It's a one-way relationship." അങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് നമ്മളോട് ആ സെയിം ഇഷ്ടമില്ല, പ്രതികരണമില്ല. അന്നേരം പറയും ഇറ്റ്സ് എ one-way relationship. പക്ഷെ അങ്ങനെയുള്ളൊരു സ്നേഹമല്ല, ഒരു ബന്ധമല്ല ക്രിസ്തു നമ്മളെ കാണിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ
നിങ്ങളിലും വസിക്കും. ഇതൊരു പരസ്പര ബന്ധത്തെ കാണിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, എബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. 5-ാം വാക്യത്തിൽ ഹി ഹു എബൈഡ്സ് ഇൻ മീ ഐ വിൽ എബൈഡ് ഇൻ ഹിം. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും. എവിടെല്ലാം നോക്കിയാലും ക്രിസ്തു പറയുന്നു, നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് വിടുകയല്ല കേട്ടോ, നിങ്ങൾ മാത്രം എന്നോട് ഒറ്റിച്ചേർക്കണമല്ല പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ എനിക്കൊരു വാഗ്ദാനമുണ്ട്. ഇതൊരു പരസ്പര ബന്ധമാണ്, ഞാൻ നിങ്ങളിലും വസിക്കും. That's a beautiful thing. I think in the book of James says, draw near to me or draw near to God and I will draw near to you. നമ്മൾ ദൈവത്തോട് അടുത്താൽ ദൈവം എന്ത് ചെയ്യും? നമ്മളോട് അടുത്ത് വരും. ആ ഒരു ചിന്താവിഷയം, ആ തീം ഈസ് വാട്ട് കംഫർട്ട്സ് us and what strengthens us. അല്ലേ? ചിന്തിച്ചു നോക്കിയേ, നമ്മൾ അടുക്കുവാൻ ഒരു മനസ്സ് വെക്കുമ്പോൾ, നമ്മളോട് അടുക്കുന്ന ഒരു ദൈവമാണ് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാകത്തില്ലയോ? നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ലയോ? നമ്മുടെ എന്ത് പ്രയാസവേളയിലും എന്ത് സന്തോഷവേളയിലും നമ്മൾ ദൈവത്തോട് അടുത്താൽ, അതുപോലെ ദൈവത്തോട് അടുക്കുന്ന ഒരു ദൈവം, നമ്മളോട് അടുക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, when we realize that when we draw near to God, there is a God who comes near to us. That is what gives us confidence to come before Him. It is a mutual relationship. ഇത് പരസ്പര ബന്ധമാണ്. And the nearness to God gives us access to the Holy God. And it allows us to have a great conversation with God. നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം നമുക്ക് ദൈവത്തോട് സംസാരിപ്പാൻ ഒരു സാവകാശമുണ്ട്. ദൈവത്തോട് ചില സംഭാഷണങ്ങൾ നമ്മൾ ബൈബിളിൽ വായിച്ചാൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തൊരു ധൈര്യമാണ് ദൈവത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. ഒരു ഉദാഹരണം പറയാം. ദൈവത്തോട് അടുത്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആക്സസ്, ആ ഒരു അവസരം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്നൊരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. 2-3 ദൂതന്മാർ വന്നു, അബ്രഹാം അവരെ കണ്ടു. Some of the men came, Abraham sees them, Abraham worships them, Abraham treats them really well. He is extremely hospitable. നല്ല ഔദാര്യ മനസ്സോടെ നല്ലൊരു വിഭവമായ സദ്യ ഒരുക്കി കൊടുത്തു. Then as these men are leaving, Abraham walks with them. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തിനൊരു ചോദ്യം, ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയാതെ ചെയ്യുവാൻ സാധിക്കുമോ? Am I going to do something without letting my friend Abraham know? Okay? ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നു ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അതുപോലെ പറഞ്ഞു. If you go to Genesis chapter 18 verse 22, ഉൽപ്പത്തി 18:22, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അവിടെ അടുത്ത വാചകം നമ്മൾ ശ്രദ്ധിക്കണമേ. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. So at this point Abraham knows what God is about to do, because God has already told Abraham, I have heard the outcry against the cities of Sodom and Gomorrah. Their sin and their wickedness, their iniquities are not something that I will tolerate anymore. Therefore, I will go down and destroy the city. ഈ സത്യാവസ്ഥ ദൈവം അതുപോലെ അബ്രഹാമിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവിടെ വന്ന പുരുഷന്മാർ പോയി, പക്ഷെ അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു. ഓക്കെ, ഇനി അടുത്ത വാക്യം 23-ാം വാക്യം വായിച്ചോ. ഒരു മിനിറ്റ്. അബ്രഹാം എന്ത് ചെയ്തു? ആരുടെ അടുത്ത്? 22-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു. അന്നേരം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങ് ചോദിച്ചാൽ പോരായിരുന്നോ? പക്ഷെ അബ്രഹാം എന്തോ എന്നറിയാമോ? ദൈവത്തോട് അടുത്തു. Abraham went near to God. അങ്ങനെ ചെന്നപ്പോൾ അബ്രഹാം ഉണ്ടാകുന്ന ധൈര്യം, അവിടെ ചോദ്യം എന്താണെന്നറിയാമോ? അനീതിയില്ലാത്ത ദൈവത്തോട്, സകലത്തെയും അറിയുന്ന ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കാനുള്ള ഗട്ട്സ് എവിടുന്ന് കിട്ടി? ഇപ്പം ഒരു മനുഷ്യരീതി ചിന്തിച്ചാൽ ഇതിൻ്റെ ഒരു സമാനമായൊരു വിഷയം എൻ്റെ വീട്ടിലുണ്ടായ എൻ്റെ പപ്പായോട് ഈ ചോദ്യം ചോദിക്കാൻ എനിക്കുള്ള ധൈര്യമില്ല. I don't, because we have that respect, we have that honor, we think, oh, my dad knows what he is doing. സകലത്തെയും അറിയുന്ന കർത്താവ്, സകലതും നീതിയായി ചെയ്യുന്ന കർത്താവിനോട് അബ്രഹാം ചോദിക്കുവാണ്, കർത്താവേ, ഈ ദുഷ്ടന്മാരുടെ കൂടെ
നീതിമാന്മാരെയും സംഹരിക്കുമോ? എങ്ങനെയാണ് ഈ അബ്രഹാമിന് ഇതുപോലെ തുറന്ന് ചോദിക്കുവാൻ മനസ്സിലായെന്നറിയാമോ? ദൈവത്തോടടുത്തപ്പോൾ, ആ ആക്സസ് ലഭിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, എൻ്റെ മനസ്സ് തുറന്ന് ആദരവോടെ സംസാരിച്ചാലും എന്നോട് എതിർക്കാത്ത, എന്നെ വിഷമിപ്പിക്കാത്ത, എന്നെ വഴക്ക് പറയാത്ത, എന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ടെന്ന് അബ്രഹാമിന് അറിയാം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ കിട്ടുന്ന സമീപനം പോലെ വേറെ ഒരിക്കലും നമുക്ക് എവിടെയും കിട്ടത്തില്ല. So Abraham went near to God and asked this question. So there's a boldness that we see when we come near to God. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് നമ്മുടെ സ്വന്തം ശക്തിയിലോ കഴിവുള്ള ധൈര്യമല്ല. നമുക്ക് ലഭിക്കുന്ന ആ ധൈര്യം ദൈവസന്നിധിയോട് അടുക്കുമ്പോൾ, ദൈവത്തോട് അടുക്കുമ്പോൾ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്ന ധൈര്യം. വേറെ രീതി ചിന്തിച്ചാൽ, കർത്താവിനോട് കൂടെ നടന്നവരുണ്ട്, കർത്താവിനോട് കൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നവരുണ്ട്. രണ്ട് വ്യത്യാസമുണ്ട്. Right? There are people who walked beside God and there are people who walked near to God because that was their intention. For example, the woman with the issue of 12 years of blood, the issue that she faced. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ. അവിടെ ഒരു സംഭാഷണം നമുക്കറിയാമല്ലോ, ഒത്തിരി പേര് തെങ്ങിക്കൂടുന്ന ഒരു അനുഭവം. അന്നേരം യേശുക്രിസ്തു ചോദിക്കുന്നു, എന്നെ ആർ തൊട്ടു? So who touched me is the question that Christ asked. And the disciples said, Jesus, Master, there are hundreds of people here. ഇവിടെ 100 കണക്കിന് ആൾക്കാരുണ്ട്. ഇതിൽ ആര് അങ്ങേ തൊട്ടെന്ന് പറയുവാൻ സാധിക്കും? There's hundreds of people walking besides the Lord Jesus Christ. But Christ knew there's only one person who came near to me with the intention of being near to me. എന്നോട് കൂടെ അടുത്തിരിക്കണം, എൻ്റെ ഒരു സ്പർശനം വേണമെന്ന് ആഗ്രഹിച്ച് ഒരൊറ്റ വ്യക്തിയെ ഉള്ളൂ ഈ കൂട്ടുകെട്ടിൽ, അല്ലെങ്കിൽ ഈ സംഖ്യയിൽ. അതുകൊണ്ട് യേശു പറയുന്നു, എനിക്കറിയാം എന്നെ മനഃപൂർവ്വം തൊട്ട ഒരാളുണ്ട്, മനഃപൂർവ്വം എൻ്റെ അടുത്ത് വന്ന ഒരാളുണ്ട്, എൻ്റെ ആഗ്രഹത്തോടെ എന്നെ വന്ന് തൊട്ട ഒരാളുണ്ട്. അല്ലാതെ ഒരു കൂട്ടിൽ നിൽക്കുമ്പോൾ, ഒരു കൂട്ടുകെട്ടിൽ നിൽക്കുമ്പോൾ വന്ന് തൊട്ടു പോകുന്ന വിഷയമല്ല. അതിലും വലുപ്പമായി, അതിലും വലിയതായി ഒരു അടുപ്പമുള്ള ഒരു സ്പർശനം ഞാൻ അനുഭവിച്ചു. കൂടെ നിന്നവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുട്ടിയവർക്കും തട്ടിയവർക്കും ഒന്നും ലഭിച്ചില്ല. പക്ഷേ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് അടുത്തപ്പോൾ ആ സ്ത്രീക്ക് സൗഖ്യമുണ്ടായി. The difference between in the presence of God and coming near the presence of God. ഒന്നുകൂടെ പറഞ്ഞാൽ, സഭയിൽ വരുന്നതും ദൈവസന്നിധിയിൽ വരുന്നതും രണ്ടാണ്. Coming to church and coming to the presence of God are two different things. ഇല്ല, ഞാൻ പറഞ്ഞു കേട്ടുണ്ട് ചിലരൊക്കെ, ഇന്നത്തെ ആരാധന എനിക്ക് പിടിച്ചില്ല, പക്ഷെ തൊട്ടപ്പുറത്തിരുന്ന ആള് ആഹ്ലാദ സന്തോഷം ആരാധിച്ച. എന്താ വ്യത്യാസം അറിയാമോ? പാട്ടിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ കുറവോ കൂട്ടലോ ഒന്നുമല്ല. നമുക്ക് ദൈവസന്നിധിയിൽ അടുക്കുവാൻ ആഗ്രഹമുണ്ടോ? ഏതവസ്ഥയിൽ വന്നാലും സഭയിൽ വരുന്നതല്ല വിഷയം, ഞാൻ ദൈവത്തോട് അടുക്കുന്നുള്ള വിഷയത്തോടെ ആ മനോഭാവത്തോടെ വന്നാൽ അവിടെയാണ് നമ്മൾ വ്യത്യാസം അറിയുന്നത്. There's a big difference between coming to church and coming to the presence of God. When we come into the presence of God, when we come near to God, we have complete attention of God. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ നമുക്കാണ്. ഞാൻ പറയാൻ കാരണം, അബ്രഹാമിൻ്റെ ആ അനുഭവം എടുത്തു നോക്കിയേ. ദൈവത്തോട് അടുത്തപ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ വേറൊരു വ്യക്തിയില്ല, ദൈവത്തിൻ്റെ ശ്രദ്ധയെ മാറ്റുന്ന വേറൊരു വിഷയമില്ല. ഈ അബ്രഹാം എന്ത് സംസാരിക്കുന്നു അത് മുഴുവൻ കേൾക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടായിരുന്നു. 50 തുടങ്ങി 10 വരെ ചെന്നിട്ടും ക്ഷമയോടെ കേൾക്കാൻ ആ ദൈവത്തിൻ്റെ മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തോട് അടുത്താൽ നമുക്ക് എന്തും ചോദിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. There's a big difference between coming to church and being in the presence of God. ഒരു പഴയ ഒരു hymn ഉണ്ട്. I'm sure Pastor will know because even on Friday you sang a song I had never heard before. He sings it, so I'm sure he knows this song. The song says, "Nearer, my God, to thee, nearer to thee."
Even though it be a cross that raiseth me, still my song shall be, nearer my God to thee, nearer my God to thee, nearer to thee. എൻ്റെ ദൈവമേ അങ്ങയോടടുത്ത്. This is my attempt at the translation, okay? So forgive me if there are any mistakes. എൻ്റെ ദൈവമേ അങ്ങയോടടുത്ത് എന്നെ ഉയർത്തുന്നത് ഒരു കുരിശാണെങ്കിലും അപ്പോഴും എൻ്റെ എല്ലാ പാട്ടുകളും എങ്ങനെയായിരിക്കും? എൻ്റെ ദൈവമേ അങ്ങയോടടുത്ത്, എൻ്റെ ദൈവമേ അങ്ങയോട് കൂടുതൽ അടുക്കും. Though like the wanderer the sun go down, darkness be over me, my rest a stone, yet in my dreams I would be nearer my God to thee, nearer my God to thee, nearer to thee. അലഞ്ഞു തിരിയുന്നവനെ പോലെ സൂര്യൻ അസ്തമിച്ചിട്ട് എൻ്റെ മേൽ അന്ധകാരം, എൻ്റെ വിശ്രമം ഒരു കല്ല്. എങ്കിലും എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ പാടും, എൻ്റെ ദൈവമേ അങ്ങയോട് കൂടുതൽ അടുക്കും, എൻ്റെ ദൈവമേ അങ്ങയോട് മാത്രം അടുക്കും. There let the way appear steps unto heaven, all thou sendest me in mercy given. Angels to beckon me near, my God to thee, nearer my God to thee, nearer my God to thee. അവിടെ ഇതൊരു വഴി തെളിയുന്നു, സ്വർഗത്തിലേക്കുള്ള പടികൾ. അങ്ങെനിക്ക് അയക്കുന്നതെല്ലാം കരുണയിൽ തന്നിരിക്കുന്നു. എന്നെ വിളിക്കുവാൻ മാലാകന്മാർ വന്നാലും എൻ്റെ ദൈവമേ അങ്ങയോടടുത്ത്, അങ്ങയോടടുത്ത്, അങ്ങയോട് കൂടുതൽ അടുത്ത്. Then with my waking thoughts, bright with praise, out of my stony griefs, Bethel I will raise. So by my woes to be nearer, my God to thee, nearer, my God nearer to thee. പിന്നെ ഞാൻ ഉണരുമ്പോഴുള്ള ചിന്തകളാൽ, അങ്ങയോടുള്ള സ്തുതികളാൽ തിളങ്ങി എൻ്റെ ശീലാദുഃഖങ്ങളിൽ നിന്ന് ഞാൻ ബഥേൽ ഉയർത്തും. അങ്ങനെയെങ്കിൽ എൻ്റെ കഷ്ടതകൾ ഉണ്ടായാലും എൻ്റെ ദൈവമേ അങ്ങയോടടുത്ത്, അങ്ങയോട് കൂടുതൽ അടുക്കും. Or if on joyful wing cleaving the sky, sun, moon, stars forgot, upward I fly, still all my song shall be, nearer my God to thee, nearer my God to thee. അല്ലെങ്കിൽ സന്തോഷകരമായ ചിറകളിൽ ആകാശം പിളർന്നും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മറന്നും ഞാൻ ഉയരത്തിലേക്ക് പറക്കുമ്പോഴും അപ്പോഴും എൻ്റെ എല്ലാ പാട്ടുകളുമായിരിക്കും, എൻ്റെ ദൈവമേ അങ്ങയോടടുക്കും, അങ്ങോടടുക്കണം. Near to God is our desire. Being a new creation in Christ means that we abide in Christ. What it means by abiding in Christ is as come close to the Lord Jesus Christ as possible. Come near to him as possible. ഈ പാട്ടിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ when I was reading this song was written centuries ago. പക്ഷെ പല അമേരിക്കൻ പ്രസിഡൻസ് മരിച്ചപ്പോഴും അവരുടെ ആ സർവീസിൽ അവർ പ്ലേ ചെയ്തൊരു പാട്ടാണ് ഈ പാട്ട്, നിയർ മൈ ഗാഡ് ടു ദീ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കണം, കർത്താവേ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരിക മാത്രമല്ല, ഒരു ചർച്ചിൽ വരിക മാത്രമല്ല, ഒരു പാട്ട് പാടുക മാത്രമല്ല, ദൈവമേ help me, draw me near to you. I want to draw near to you. I want to be as close as it is. മൂന്നാമത്തെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയം, abide in me and I will abide in you. മൂന്നാമത് ഞാൻ മനസ്സിലാക്കിയ വിഷയം, there is a beautiful assurance. ഒരു മനോഹരമായ ഉറപ്പുണ്ട് ഈ പറയപ്പെട്ട വാക്യങ്ങളിൽ. യോഹന്നാൻ 14:18 യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ. ആ ഭാഗമാണ് യേശുക്രിസ്തു വീണ്ടും നമ്മൾ നേരത്തെ ആദ്യം വായിച്ച വിഷയങ്ങൾക്കുള്ള ഉൾപ്പെട്ടിരിക്കുന്നത്. I will not leave you as orphans, I will come near you. നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഉറപ്പെന്നറിയാമോ? ഇറ്റ്സ് an assurance of companionship. ഒരു കൂട്ടുകെട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഉറപ്പാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദാവീദിൻ്റെ വാതിലിൽ നമ്മൾ കടമെടുത്ത് പറഞ്ഞാൽ ദാവീദ് പറയുന്നു, എൻ്റെ പിതാവും എൻ്റെ മാതാവും എന്നെ മറന്നുപോയാലും എന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. Even though my father and mother may forsake me, but there's a Lord who takes me in. ഞാൻ ചിന്തിച്ചു, ദാവീദ് എന്തുകൊണ്ട് പറഞ്ഞില്ല എൻ്റെ പിതാവും മാതാവും മറന്നു പോയാലും എന്നെ മറക്കാത്തൊരു ദൈവമാണ് നല്ല ദൈവം. ദാവീദ് പറഞ്ഞു, ദാവീദ് പറയാം, എന്നെ അവർ മറന്നാലും എന്നെ മറക്കാത്ത മാത്രമല്ല, എന്നെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. Think about that experience that David is talking about. Okay? വീണ്ടും ദാവീദ് പറഞ്ഞല്ലോ 23-ാം സങ്കീർത്തനത്തിൽ, മരണത്താഴ്വരയിൽ
ഞാൻ നടന്നാലും എനിക്ക് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം അറിയാമോ, എൻ്റെ നല്ല ഇടയൻ എൻ്റെ കൂടെ ഉണ്ട്. Even though I walk through the valley of the shadow of death, I will not be afraid because my good shepherd is walking alongside of me. When we come to the New Testament, there's an instance sometimes we see Jesus rebuking the disciples. നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ ശാസിക്കുന്ന പല അവസ്ഥകൾ നമ്മൾ കാണുവാറുണ്ട്. Many times he rebukes the disciples. പക്ഷേ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, after the crucifixion of the Lord Jesus Christ, after the resurrection of the Lord Jesus Christ, 2 disciples are walking to Emmaus. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷവും ഉയർപ്പിന് ശേഷം ആ വാർത്ത അറിഞ്ഞിട്ടും 2 ശിഷ്യന്മാർ എമ്മൂസിലേക്ക് പോകുക. അവിടെ നമ്മൾ കാണുന്ന ഒരു അനുഭവം ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിച്ച കാര്യം, അവരുടെ കൂടെ പോകാൻ ആർക്ക് മനസ്സുണ്ടായിരുന്നു അറിയാമോ? നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. To walk with them, to go with them, Jesus had the mindset. ചിന്തിക്കേണ്ട കാര്യം, ഇതിന് മുൻപ് ആരാണ് യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞത് ആരാണ്? ആദ്യമായി ദൂതന്മാരല്ലേ പറഞ്ഞത്? The angels are the first ones to say, he is not here, he is risen. Then who went and told all the disciples? The women did, അല്ലേ? ചില സ്ത്രീകളാണ് പോയി പറഞ്ഞത്, യേശു അവിടെ ഇല്ല, ഞങ്ങൾ ദൂതന്മാരെ കണ്ടു, അവർ പറഞ്ഞു യേശു ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു, he has risen. The angels told us. The women were the first to go to the disciples. Then all these disciples run to the grave, the tomb. ആ കല്ലറയിൽ ചെന്ന് നോക്കുവാൻ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പോയവർക്ക് ആർക്കും അവിടെ യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. They didn't see Christ there. Why didn't Jesus Christ send the same angels to walk alongside the disciples of the road of Emmaus? ആ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുവാൻ, അവർക്ക് ഈ വാർത്ത അറിയിക്കുവാൻ എന്തുകൊണ്ട് യേശുക്രിസ്തു ദൂതന്മാരെ അയച്ചില്ല? എന്തുകൊണ്ട് ആ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഈ ശിഷ്യന്മാരോടും പറയണം, ഇപ്പോൾ യാത്രയായിരിക്കുന്ന ശിഷ്യന്മാർ അവരുടെയോടും പോയി പറയണമെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് വേറൊരു വ്യക്തിയെ വിട്ടില്ല? കാരണം യേശുക്രിസ്തുവിൻ്റെ അവരുടെ മനസ്സിനെ അറിയുന്ന യേശുക്രിസ്തു പറയുന്നു, നിങ്ങളുടെ ആടെ സൗഹൃദമല്ല അവർക്ക് ആവശ്യം, എൻ്റെ സൗഹൃദം, എൻ്റെ കൂട്ടാണ് അവർ ആവശ്യം. യേശു പറഞ്ഞു, ഞാൻ തന്നെ അവരോട് കൂടെ പോകും. I will go with them. I will walk with them. I will tell them who I am. They will realize that it is Jesus Christ himself. So when you look at situations after situations, whether it's the Old Testament or the New Testament, we see we have a great assurance of abiding in Christ. One is the assurance of companionship. I will not leave you as orphans. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ളൊരു ആ വാഗ്ദാനമുണ്ടല്ലോ, നമ്മുടെ കർത്താവിനൊരു വാഗ്ദാനമാണ്. He will never leave us or forsake us. I heard a testimony of a person who came to the faith by himself. വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നൊരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടു. When he came to faith, all of his family ridiculed him, insulted him, rejected him. He was not allowed in the family functions. They didn't give him any positions, any prominent things. പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചു, നിങ്ങൾ നിൻ്റെ പാരമ്പര്യവും കുടുംബത്തെയൊക്കെ ത്യജിച്ച് ഇങ്ങനെ പോകുവാൻ, ഈ വിശ്വാസം എന്ന് പറഞ്ഞ് പോകുവാൻ നിനക്ക് എങ്ങനെ മനസ്സുണ്ടായെന്നൊക്കെ പറഞ്ഞ് ഇവന് കുറ്റം ആരോപിച്ചു, ഒത്തിരി കളിയാക്കി. But his testimony was this: എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ, ഞാൻ ക്രിസ്തുവിൻ്റെ ആ കുടുംബത്തിൽ വന്നപ്പോൾ, ഒരു സഭയോട് ചേർന്നപ്പോൾ, അവിടെ എന്നെ ത്യജിച്ച് എന്നെ തള്ളിക്കളഞ്ഞവരെക്കാട്ടിലും കൂടുതൽ അപ്പന്മാരെയും അമ്മമാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും കൂട്ടുകാരെ എനിക്ക് ലഭിക്കുവാൻ സാധിച്ചു. അതിന് ഒരേ ഒരു കാരണമുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് അടുത്തപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. So when we feel like we have lost everything for the sake of following the cross, I want you to know you're not alone. I want you to know you're not an orphan. It's not what people say who you are. It's not how they describe you that makes you who you are. What you should realize is, if you've paid a price to follow this cross, know that you will never be orphaned. You will never be abandoned.
നമ്മളൊരു വില കൊടുത്ത ക്രിസ്തുവിനെ അനുഗമിക്കുന്നെങ്കിൽ നമ്മുടെ സ്നേഹിതരോ കുടുംബക്കാരോ നമ്മളെല്ലാം മാറ്റിയിട്ടാലും നമ്മൾ ഒരു കാര്യം മറന്നു പോകല്, അവർ പറയുന്ന വാക്കുകളല്ല നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം. നമ്മളെ ക്രിസ്തു നമ്മളെ പറയുന്നു, നമ്മളെ ഒരു നാളും കൈവിടാത്ത, അനാഥരായി കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മനസ്സിലാക്കണം, when we abide in Christ, when we are living near to God, we have an assurance of companionship. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നെങ്കിൽ അവിടെ നമുക്ക് ഒരു സൗഹൃദത്തിൻ്റെ ഉറപ്പുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല. Secondly, there is an assurance of provision. ഒരു പരിചരണത്തിൻ്റെ ഒരു ഉറപ്പോടെ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച വാക്യം റോമൻസ് ചാപ്റ്റർ 11:18 അവിടെ പറയുന്നു, റോമാലേഖനം 11:18 അവിടെ പറയുന്നു, നിങ്ങളല്ല വേറെ ചുമക്കുന്നത്, വേറെ നിങ്ങളെ ചുമക്കുന്നു. You are not holding up the root is holding you up. There's an assurance of provision. The moment we are grafted into this vine, that root is now taking care of us. ഇല്ലേ, ഈ നല്ല മുന്തിരിയോട് അല്ലെങ്കിൽ സാക്ഷാൽ മുന്തിരി വള്ളിയോട് നമ്മളെ ചേർത്ത നിമിഷം മുതൽ ഈ വേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. This root is what brings us the nourishment that we need. This root is what brings us the nutrients that we need. Everything this branch needs, this root provides. ഈ ശാഖയ്ക്ക്, ഈ ബ്രാഞ്ചിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെ സഫലമാക്കുന്ന എന്താ അറിയാമോ? ഈ വേരാണ്. So when we are abiding in Christ, there is an assurance of provision. Thirdly, there is an assurance of protection. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഒരു സംരക്ഷണത്തിൻ്റെ ഉറപ്പാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടുകാണും, ഒരുപക്ഷെ നമുക്ക് ഫ്ലോറിഡയിൽ താമസിച്ച് നമുക്ക് ഒത്തിരി പരിചയം ഉണ്ടായിരിക്കാം. നല്ല കാറ്റുകൾ വരുമ്പോഴും പലയിടത്തും പല മരങ്ങളും വീണ് കിടക്കുമ്പോൾ, ചിലയിടത്ത് പോയാൽ എത്ര കാറ്റ് വന്നാലും വീണ് പോകാത്ത കുറച്ച് മരങ്ങളുണ്ട്. What's the strength of those trees? Is it the branch? It's not the branch, right? എന്താണ് അതിൻ്റെ ആ മരത്തിൻ്റെയൊക്കെ ശക്തി എന്നറിയാം? It's the roots. Somebody was telling me, if you have one Karyapala plant, the roots will go all around the house. അതങ്ങ് പൊട്ടി അങ്ങ് എവിടെയെല്ലാം കിളിക്കുന്നു, എവിടെ പോയാലും ഇതിൻ്റെ വേര് കാണുവാൻ സാധിക്കും. Why? The root is going as deep as it needs to be to make sure that the plant stays strong. So when we realize, when we abide in Christ, Christ is the one who provides the protection for us. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? ആ ക്രിസ്തുവാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. In Psalms 91, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണല്ലോ. He who dwells in the secret place of the Most High and that shall abide in the shadow of the wings. പിന്നെന്താ പറയുന്നത്? I will say of the Lord, ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും, He is my refuge and my fortress. In God alone I will trust. പിന്നെ അങ്ങോട്ട് സങ്കീർത്തനക്കാരങ്ങോട്ട് വിവരിച്ച് പറയുക, എന്താ അറിയാമോ? പകലോ രാത്രിയോ ഉച്ചയ്ക്കോ എവിടെയും എവിടുന്നും വന്നോട്ടെ, 1000 വന്നോട്ടെ, 10,000 വന്നോട്ടെ, എൻ്റെ കഴിവിനാൽ ഞാൻ ജയിക്കുമെന്നല്ല, ഇവിടെ എന്തെല്ലാം വന്നാലും എനിക്ക് ഭയമില്ല, കാരണം എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. There is an assurance of protection when we abide in Christ. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ നമുക്ക് ഒരു സംരക്ഷണത്തിൻ്റെ ഉറപ്പുണ്ട്. I think that may be a good place to stop, because if I go into the next one, we have to continue. We will continue that halfway. So I'll pause there and we'll continue that next week. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയം, therefore if any man is in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിൽ ആകുക എന്നുള്ളൊരു ചിന്താവിഷയമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Let's pray and start our service this morning.